എടാ നമ്മ ഇന്ന് രാവിലെയാണ് കറണ്ട് ആശ അടക്കാൻ പോയത്. മറ്റന്നാ രാവിലെ. ഇന്നാണല്ലേ? ഞാൻ വിചാരിച്ചു ഇന്നലെയാണ്. 50 രൂപ ഞാൻ എടുത്തിരുന്ന, ബാക്കി 400. എന്തിനാ എന്റെ തന്നെ? പിന്നെ നീ എനിക്ക് 500 രൂപ പെട്രോൾ അടിക്കാൻ തന്നത്. ഓ, നിനക്കാളെ 500 രൂപ. സോറിയുടെ ഞാൻ ഓർത്തി ഇവനാണെന്ന്. എടാ നീ എനിക്കൊരു 200 രൂപ രാവിലെ അതിപ്പോ തന്നെ തന്നേക്ക്. ഇന്നലെ നിനക്ക് മന്തി മേടിച്ചു തന്നപ്പോ നീയല്ലേ പറഞ്ഞു എനിക്ക് കാശൊന്നും വേണ്ട, ടാലിയായെന്ന്. നമ്മ മന്തി കഴിക്കാൻ പോയത് ഇന്നലെ നൈറ്റ് ആണല്ലേ? അല്ലടാ, മറ്റന്ന നൈറ്റ്. ഇപ്പൊ ടാലിയായി. നീ എന്റെ ഫോണിങ്ങാന്ന്. എന്നോടാണ്. പിന്നെ നീയല്ലേ കോൾ ചെയ്യാൻ വേണ്ടി വാങ്ങിയത്. ആദ്യം പൂക്കറ്റി കിടക്കുന്നു. സോറി മനി. അരണയുടെ അച്ഛനാ നീ? താമ്പിന്റെ അരണയുടെ അപ്പൂപ്പനാണല്ലോ. അപ്പനൊക്കെ കേട്ടോ, നിങ്ങൾക്ക് നല്ല മറവിയുണ്ട്. നിങ്ങൾ മറ്റേ മരുന്ന് വാങ്ങിച്ചു കഴിച്ചു. മറ്റേ മരുന്ന്? അത് ഏത് മരുന്ന്? എടാ മറ്റേ മരുന്നില്ലേ അത്? അതേതാന്ന് പറയടാ. എടാ മരുന്നിന്റെ പേര് മറന്നു വേടാ. അപ്പൊ നീ അരണയുടെ മൂത്താപ്പ. എടാ ഇതെന്താ നമുക്ക് എല്ലാവർക്കും മറവി? ചിലപ്പോ നമ്മുടെ കനത്ത ജാമിങ്ങിന്റെ കുഴപ്പമായിരിക്കും. പിന്നെ ജാം ചെയ്താ മറവി വരൂ. വരോടാ. ഉദാഹരണത്തിന് വേം പറ നിന്റെ അച്ഛന്റെ പേരെന്താ? എന്താടാ കേക്കാത്തോലെ അഭിനയിക്കില്ലേ? വേം പറ നിന്റെ അച്ഛന്റെ പേരെന്താ? ദാസൻ. പക്ഷെ ഒരു നിമിഷത്തേക്ക് നീ മറന്നുപോയില്ലേ ജാമിങ്ങിന്റെ കുഴപ്പം? നിങ്ങൾക്ക് മറവിയുണ്ട്. നിങ്ങൾ വെറുതെ ജാമിങ്ങിനെ കുറ്റം പറയല്ലേ. നിങ്ങൾ ഞാൻ പറയണൊന്ന് കേക്ക്. അല്ലടാ ജൂട്സം പറയണതിനും കാര്യമുണ്ട്. അതിലും വലിയ കാര്യം ഞാൻ പറയാൻ പോണ, അതൊന്ന് കേക്ക്. അന്നാ പറഞ്ഞു തൊലക്ക്. മന്നിച്ചിക്കാണ്ട് പറയടാ. എടാ പറയാൻ വന്നാര്യം മറന്നു വേടാ. ഒന്ന് പോടാ മനുവേ, നീയാണ് ഏറ്റവും വലിയ അരണ. ഇവൻ പറയണൊന്നും കാര്യമൊക്കെ ഉണ്ട. നീ പറ ജൂട്സം, നമ്മക്കെന്താ കുഴപ്പം? പറഞ്ഞ പോലെ നമ്മ എന്താ പറഞ്ഞോണ്ടിരുന്ന മലരി നിങ്ങൾ രണ്ടും കണക്കാണ്. ഇനി ഇവിടെ എനിക്ക് പറ വരും. ഞാൻ വീട്ടിൽ പോണു. നല്ല മറവിയുള്ള ചെക്കനാണ്, എന്നിട്ട് നമ്മ കണക്കാണെന്ന്. ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. മോത്തിട്ടി അടിക്കും. നിനക്ക് മറന്നു എന്ന് പറയാനല്ലേ? നീ പറയണ്ട.